പ്രജിൻ, എന്തൊക്കെയാണ് UDF കേന്ദ്രത്തിന്റെ എന്താണ് അവരുടെ പ്രതീക്ഷകൾ? രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴായിരിക്കും നമ്മളോട് ഇന്നിപ്പോൾ സംസാരിക്കുക? അതോ രാഹുലിനൊപ്പം ഉണ്ടോ പ്രജിൻ ഇപ്പോൾ? വിജയകുമാർ, ഗോപി ആൻഡ് അനുജ, വെരി ഗുഡ് മോർണിംഗ്. പാലക്കാട് ഒരു നല്ല തണുത്ത കാറ്റടിക്കുന്ന ഒരു സമയമാണ്. ഇനി മെല്ലെ ഈ കാറ്റിന് ചൂട് പിടിച്ച് തുടങ്ങും എന്ന് പറയാതെ വയ്യ. കാരണം അത്രമേൽ കടുത്ത ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലം, ആ മണ്ഡലത്തിന്റെ വിധി ദിനമാണ് ഇന്ന്. നേരത്തെ ജനം വിധി എഴുതി കഴിഞ്ഞപ്പോൾ ആ വിധി ആർക്കൊപ്പം എന്നറിയാനുള്ള മണിക്കൂറുകളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ഇനിയിപ്പോൾ സമയം 5:30 അടുക്കുന്നു. 2 മണിക്കൂർ കഴിഞ്ഞാൽ സ്ട്രോങ് റൂം തുറക്കും. അത് കഴിഞ്ഞ് 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. നേരത്തെ നിഖിൽ പറഞ്ഞതുപോലെ ഒരു 9 മണിയോടുകൂടി ആദ്യ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ ഉള്ളത് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന ഫ്ളാറ്റിന് തൊട്ടടുത്താണ്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ രാഹുൽ കുടുംബസമേതം പുറത്തേക്ക് വരുന്നുണ്ട്. ആദ്യം നേരത്തെ പറഞ്ഞ ക്ഷേത്ര ദർശനമുണ്ട്. 2 ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന് കൽപ്പാത്തിലെ ശിവക്ഷേത്രം, അത് കഴിഞ്ഞ് ഇവിടെ വടക്കുംതറയിലുള്ള മറ്റൊരു ഭഗവതി ക്ഷേത്രം. ഈ 2 ക്ഷേത്രങ്ങളിൽ പോയ ശേഷം പിന്നീട് കൗണ്ടിംഗ് സെന്ററിലേക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും UDF വലിയ ആത്മവിശ്വാസം ഇപ്പോഴും വെച്ചു പുലർത്തുന്നു. നേരത്തെ ഈ 5 അക്ക ഭൂരിപക്ഷ എന്ന രീതിയിലൊക്കെ പറഞ്ഞെങ്കിലും അവസാന മണിക്കൂറിലേക്ക് വന്നപ്പോൾ അത്ര വലിയൊരു ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കൂടി ഒരു 5000 വോട്ടിൻ്റെ ഒക്കെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. കഴിഞ്ഞ തവണ ഷാഫി ജയിച്ചതുപോലെ അത്രയും മാത്രം ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊരു വലിയ പ്രതീക്ഷ UDF ക്യാമ്പിന് ആകെയുണ്ട്. അതുപോലെ LDFിൻ്റെ ഭാഗത്താണെങ്കിൽ LDF ഒരു വിജയപ്രതീക്ഷ എന്നതിനപ്പുറം 2ാം സ്ഥാനത്തേക്ക് ഉറപ്പിക്കുന്നുണ്ട്. LDFിൻ്റെ മൊത്തത്തിലുള്ളൊരു ആത്മവിശ്വാസങ്ങളുടെ പ്രതീക്ഷയുമൊക്കെ. പക്ഷേ ഡോക്ടർ പി സരിൻ പറയുന്നു കൃത്യമായ വോട്ടുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. തനിക്ക് അനുകൂലമായി UDFിൽ നിന്നും BJPയിൽ നിന്ന് പോലും വോട്ടുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു 5000ൻ്റെ ഒരു ഭൂരിപക്ഷത്തിൽ താൻ ജയിക്കുമെന്ന് ഇന്നലെ പോലും LDFിൻ്റെ സ്ഥാനാർത്ഥി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. BJP ക്യാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ഏറ്റവും കൂടുതൽ തുണച്ചിരിക്കുന്നത് തങ്ങളെയാണ് എന്നൊരു അവകാശവാദം BJPയും NDA ക്യാമ്പ് മൊത്തത്തിൽ ഉയർത്തുന്നുമുണ്ട്. കാരണം ഈ പറയുന്നത് പോലെ നഗരസഭാ പരിധിയിലാണെങ്കിലും അല്ലെങ്കിൽ പിരായിരി പഞ്ചായത്തിലാണെങ്കിലും മാത്തൂരിലും കണ്ണാടിയിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന പോളിംഗ് ആ രീതിയിൽ ആ ട്രെൻഡാണ് നൽകുന്നത്. അതൊക്കെ കോൺഗ്രസിന് അനുകൂലമായ മേഖലകളായിരുന്നു, പ്രത്യേകിച്ചും പിരായിരിയൊക്കെ. അവിടെയൊക്കെ വലിയ വോട്ടിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടായിട്ടുണ്ട്. അത് തങ്ങൾക്ക് അനുകൂലമാവുമെന്ന് അവർ പറയുന്നുമുണ്ട്. അങ്ങനെ 3 പേരും അവകാശവാദങ്ങൾ നിരത്തിക്കഴിഞ്ഞു. ഇനി UDFിൻ്റെ സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഒരു ആത്മവിശ്വാസത്തിൽ ചെറിയൊരു എന്താണ് പറയുക പ്രതീക്ഷ ഇപ്പോഴും കൃത്യമായി പറയുന്നത്, അല്ലെങ്കിൽ വലിയൊരു ഭൂരിപക്ഷമില്ല ഒരു 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറയുന്നത് എന്ന കാര്യത്തിൽ വളരെ പ്രസക്തിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യഘട്ടത്തിൽ എണ്ണി തുടങ്ങുക ഞാൻ മനസ്സിലാക്കുന്നത് നഗരസഭാ പരിധിയിലെ വോട്ടുകളാണ്, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വോട്ടുകളാണ്. കൃത്യമായി BJPക്ക് മുൻതൂക്കമുള്ളൊരു മേഖലയാണ്. അവിടെ ഇത്തവണ വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുമുണ്ട്. 80% പോൾ ചെയ്യപ്പെട്ട ബൂത്തുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം BJPക്ക് മേൽക്കൈയുള്ള മേഖലകളാണെങ്കിൽ അവിടെ കൂടുതലായും പോൾ ചെയ്യപ്പെട്ടത് ആ വോട്ടുകളാണെന്ന് പറയാതെ വയ്യ. പക്ഷേ അവിടെ BJP എത്രമാത്രം ലീഡ് എടുക്കുന്നു ആദ്യഘട്ടത്തിൽ അത് ഏറ്റവും ക്രൂഷ്യലാണ്. കാരണം പിരായിരി പഞ്ചായത്തിൽ കോൺഗ്രസിന് മേധാവിത്വമുള്ള മേഖലയിൽ ഇത്തവണ അത്രമാത്രം കഴിഞ്ഞ തവണത്തേക്കാൾ അത്രയും വോട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നത് നെഞ്ചെടിപ്പേറ്റുന്നുണ്ട് UDF ക്യാമ്പിൻ്റെ. പക്ഷേ ആ പ്രതീക്ഷ കൈവിടുന്നില്ല. പാലക്കാട് കഴിഞ്ഞ തവണ ഒപ്പം നിന്നതുപോലെ ഇത്തവണയും കോൺഗ്രസിന് പിന്നാലെ ഉണ്ടാകും. UDFിന് വലിയ വിജയപ്രതീക്ഷ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അല്പസമയത്തിന് 5:30 കഴിയുമ്പോഴത്തേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുംബസമേതം ഈ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ സമയത്ത് കൂടുതൽ പ്രതികരണങ്ങൾ എന്താണ്, കഴിഞ്ഞ രാത്രിയിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലൂടെ പോയി, ഒരു ഭൂരിപക്ഷ സംഖ്യ ഇപ്പോൾ മനസ്സിൽ ഉറപ്പിച്ച് കാണണം സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. എങ്കിൽ അത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. പിന്നീട് അദ്ദേഹം പോവുക ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം നേരെ കൗണ്ടിംഗ് സെന്ററിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം UDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ കൗണ്ടിംഗ് ഡേയിലെ ഒരു പ്രതികരണം നടത്തിയേക്കാം. എന്താണ് അപ്പോൾ നേരത്തെ പ്രജിൻ പറഞ്ഞതുപോലെ വോട്ടെടുപ്പ് ദിവസം കോൺഗ്രസ് ക്യാമ്പിൽ കുറച്ച് മൗനമായിരുന്നു. പക്ഷേ ഇന്നലെയൊക്കെ ആയപ്പോഴേക്കും അവരുടെ ആത്മവിശ്വാസം തിരിച്ചു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പൊതുവെ ഒരു വിജയപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ആ ഘട്ടത്തിൽ 500 വോട്ടില്ലെങ്കിൽ 500 വോട്ടിനെങ്കിലും ജയിക്കുമെന്നാണ് BJP ക്യാമ്പ് ഇപ്പോഴും പറയുന്നത്. അത് നേരത്തെ ഇന്നലെ അവിടുത്തെ BJPയുടെ സംസ്ഥാന ട്രഷറർ പറഞ്ഞതുപോലെ ഡോക്ടർ സരിൻ പിടിക്കുന്ന വോട്ട് ആ വോട്ട് പിടിച്ചാൽ ഞങ്ങൾ ജയിക്കും എന്നുള്ളതാണ് BJPയുടെ നിലപാട്. അപ്പോൾ സരിൻ പിടിക്കുന്ന വോട്ട് അതിൽ കണ്ണു നട്ടിരിക്കുകയാണ് BJP. വിജയപ്രതീക്ഷ പ്രകടിപ്പിക്കുന്നതിൽ 3 മുന്നണികളും ഒട്ടും പിന്നിലല്ല പാലക്കാട്. അതെ, വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ.